ഇന്ന് നമ്മൾ കടന്നു ചെല്ലുന്നത് മലയാള ചലച്ചിത്ര സംഗീത ശാഖയ്ക്ക് മറക്കാനാവാത്ത ഈണങ്ങൾ സംഭാവന ചെയ്ത ഒരു ചലച്ചിത്ര സംഗീത സംവിധായകൻ്റെ അടുത്തേക്ക്. മലയാളി ഒട്ടൊക്കെ മറന്നു കളഞ്ഞ SP വെങ്കടേഷ് എന്ന സംഗീത സംവിധായകൻ്റെ സംഗീത സബരിയിലൂടെ ഒരു അന്വേഷണം. ആയിരത്തി 1968 മാൻഡ്ലിൻ വാദകനായി, ബാൻജോ വാദകനായി സിനിമാ സംഗീത രംഗത്തേക്ക് പ്രവേശിച്ച ഒരു ചെറുപ്പക്കാരൻ പിന്നീട് 10ഓളം ഭാഷകളിൽ നൂറുകണക്കിന് സിനിമകൾക്ക് സംഗീതം പകർന്നു. മലയാളികൾക്ക് ഇദ്ദേഹം അപരിചിതനല്ല. ഒരുപാട് മനോഹരമായ ഗാനങ്ങളിലൂടെ, ഒരുപാട് മനോഹരമായ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകനായ SP വെങ്കടേഷ്. നമസ്തേ சார். 68ல் இருந்து என்ட்ரி ஆயிடுச்சுன்னு தெரியும். நான் 68ல் அப்பா வந்து ஃபாதர் வந்து வெரி குட் மியூசிஷியன். அப்போது எனக்கு அப்புறம் ஃபாதர் கூட நான் எவ்வளோ போயாலும் நான் கூட போவோம். எனக்கு இந்த மியூசிக்கில் ஒருபாடு இஷ்டம். அங்கே போகும்போது நானே சடன்லி எடுத்து, அப்போ எனக்கு ஏஜ் ஒரு 12 உண்டாகும். அப்போ நான் எடுத்து பேஞ்சோ ப்ளே பண்ணேன். அப்போ ப்ளே பண்ணும்போது எங்கள் அப்பா வேண்டான்னு பறஞ்சு, இப்போ நாங்களே இத்தனை வருஷம் கொள்ளாயும் ரொம்ப கஷ்டப்படுவது, அதனால வேண்டாம் அப்படின்னு. அப்போ அவர் கூட ஒரு ஃப்ரெண்டு உண்டாயி, நீங்கள் ஒரு டைம் வேறு, வெங்கடேஷ் அந்த பையன் டைம் அவன் இஷ்டத்தை விட்டுடு. அப்போ வரும்போது நான் ஒரு குருகுலத்திலேருந்து அப்பாவுக்கு நல்ல எக்ஸ்பீரியன்ஸ் உண்டு. அப்போ அவர் பேஞ்சோ எனக்கு நல்லா ப்ராக்டிஸ் கொடுத்து 68 நான் சினிமாவுக்கு ഇവിടെ வந்து வாசிக்கிறது. ஃபஸ்ட்டு தெலுங்கு மியூசிக் டைரக்டர் வேணு மாஸ்டர், பெரிய வல்லிய மியூசிக் டைரக்டர். அதுக்கப்புறம் சரபதி ராவ். அப்போது எங்கும்போது அப்பாவுக்கு ஒருபாடு மலையாள மியூசிக் டைரக்டர்லாம் ஃப்ரெண்டு, RK சேகர், பாபுராஜ். அப்போ பாபுராஜேண்ட ஒருபாடு நான் சாங் ப்ளே செய்துட்டு. பாபுராஜ், தேவராஜ மாஸ்டர், தட்சிணாமூர்த்தி சாமி, அர்ஜுன மாஸ்டர். அவர் வெரி குட் மியூசிக் டைரக்டர், நல்ல என்கரேஜ்மெண்ட். அப்போ நான் கிட்டார் ப்ளே பண்ணும்போது எனக்கு அவர் மியூசிக் ஒரு சிச்சுவேஷனுக்கும் அவர் டைரக்டர் எல்லாம் பறையும் இல்லையா கன்னடத்தில். அப்போ நான் கேட்டு அப்போ அங்கே அந்த டைப்புக்கு ஒரு டியூன் போடும்போது எனக்கு அதில் ஒருபாடு இன்ட்ரெஸ்ட் ஆகி, இப்படி தான் டியூன் செய்யணும் அப்படின்னு. எனக்கு ஆக்சுவலாக வந்து இந்த மியூசிக் டைரக்டருக்கு ஆகக்கூடிய ஒரு டேலண்ட் கொடுத்தது விஜயபாஸ்கர். மலையாளத்தில் வந்து கண்ணூர் ராஜ மாஸ்டர் அவர் எங்கள் அப்பாவுக்கு ஓல்டு ஃப்ரெண்டு. அப்போ அவட ஏதோ அசிஸ்டண்ட் வேணும்னு சொல்லி யாரை பறஞ்சோம். அப்போ SP வெங்கடேஷ் உண்டு, பழனி சாருடைய சன்னுன்னும் போது அப்போ எனக்கு 83ல் அவர் விழிச்சு அவருக்கு ஃபஸ்ட்டு அப்புனி இண்டிவிஜுவலாக ஃபஸ்ட்டு என்னை மலையாளத்தில் செய்கிறதுக்கு கூப்பிட்டது ஜோஷி, ശ്യാമ. ഒരിക്കലും സംഗീത സംവിധാനം എന്ന സ്വപ്നം SP വെങ്കടേഷ് കണ്ടിരുന്നില്ല. പടങ്ങളുടെ റീ റെക്കോർഡിംഗ്, ഓർക്കസ്ട്ര അറേഞ്ച്മെൻറ്റ്സ്, മാൻഡ്ലിൻ വായന തുടങ്ങിയവയുമായി ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന SP വെങ്കടേഷിന് കമ്പോസർ എന്ന പുതിയ തസ്തികയിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുന്നത് രാജാവിൻ്റെ മകൻ എന്ന ചിത്രമാണ്. ഞാൻ തിരക്കഥ എഴുതിയ രണ്ടാമത്തെ സിനിമയാണ് ശ്യാമ. അതിൻ്റെ പാട്ടുകൾ ചെയ്തിരിക്കുന്ന രഘുകുമാറാണ്. അതിൻ്റെ പശ്ചാത്തല സംഗീതം ശ്യാമാണ്. പടത്തിൻ്റെ ഡയറക്ടർ ജോഷി. അപ്പോൾ ശ്യാം അന്ന് അറ്റ് എ ടൈം 10-15 പടങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ആളാണ്. അപ്പോൾ റിലീസ് സമയമായി. റീ റെക്കോർഡിങ്ങിന് ഒരു ദിവസം ശ്യാം വന്നിട്ട് പിന്നെ എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞാൽ വരാൻ പറ്റൂ. അപ്പം തിരക്കുകൊണ്ട് ജോഷി പറഞ്ഞു, വേണ്ട, പകരം ശ്യാമിൻ്റെ അസിസ്റ്റൻറ്റിനെ വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ശ്യാമിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വരുന്നു വെങ്കടേഷൻ. അപ്പോൾ ശ്യാമിൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഒന്ന് റീ റെക്കോർഡ് ചെയ്യുന്നതിൽ എനിക്ക് മനസ്സുകൊണ്ടൊരു വിഷമം തോന്നിയെങ്കിലും രണ്ടാമത്തെ പടമായതുകൊണ്ട് എനിക്കങ്ങനെ ഒരു വോയിസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിണ്ടിയില്ല. പക്ഷേ വന്നത് വെങ്കടേഷാണ്. വളരെ ശ്യാം ചെയ്യുന്നത് പോലെ തന്നെ വളരെ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ രാജാവിൻ്റെ മകൻ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് തമ്പി കണ്ണന്താനോ ഞാനുമായിട്ടുള്ള ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു എല്ലാം പുതിയ ആൾക്കാരെ, തമ്പിയുടെ ഒരു പതിവ് ടീമെല്ലാം വിട്ട് എല്ലാം പുതിയ ആൾക്കാരെ ആകാമെന്ന് ഞങ്ങൾ തമ്മിലൊരു ധാരണ ഉണ്ടായിരുന്നു. ഞാൻ വെറുതെ ചോദിച്ചു, ഞാൻ തമ്പിയോട് അനുവാദമൊന്നും ചോദിച്ചിട്ടില്ല, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്കൊരു സിനിമ തന്നാൽ, മലയാളത്തിൽ സിനിമ തന്നാൽ അതിൻ്റെ പാട്ടുകൾ ചെയ്യാമോ? വെങ്കടേഷ് ഉടനെ, ഇല്ല സാർ, അതെല്ലാം തൊന്തരവ് പിടിച്ച പണി, അത് ടെൻഷനാണ്. ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ജോലി കൊണ്ട് തന്നെ അയാൾ വളരെ ബിസി ആ സമയത്ത്, 4 സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജിലുണ്ട്, വളരെ കംഫർട്ടബിളാണ്, ഞാനില്ല എന്ന് വെങ്കടേഷ് പറഞ്ഞു. ഞാൻ രാത്രി ചെന്ന് തമ്പി കണ്ണന്താനത്തിനോട് പറയുമ്പം
തമ്പി ഞെട്ടി. തമ്പി പറഞ്ഞു, എന്തിനാ അവനോട് കമ്മിറ്റ് ചെയ്യാൻ പോയത്? അവൻ ഈ മദ്രാസിൽ അറിയപ്പെടുന്ന ഒരു മദ്യപാനിയാണ്. അയാളെപ്പോലെ ഒരാളെ ഇങ്ങനെ ഒരു പ്രോജക്റ്റിനെന്ന് പറഞ്ഞാൽ ഭയങ്കര അബദ്ധമായി പോവും. പക്ഷേ അവസാനം അത് വെങ്കടേഷ് സമ്മതിച്ചു വരികയും വെങ്കടേഷിൻ്റെ ആദ്യ സിനിമ അതിൻ്റെ പ്രൊഡ്യൂസറും തമ്പി തന്നെ. അതാ ഞാൻ പറഞ്ഞു, എനിക്ക് അതിനകത്ത് 100% തമ്പി ഒരു നോ പറഞ്ഞാൽ തീർച്ചയായിട്ടും വയ്ക്കാൻ പറ്റത്തില്ലായിരുന്നു. വെങ്കടേഷ് ശരിക്കും ഞങ്ങളുടെയൊക്കെ സിനിമകളിൽ റീ റെക്കോർഡ് ചെയ്തിരുന്ന വെങ്കടേഷാണ്. ശ്യാംജിയുടെ ഒരു ഇത് കഴിഞ്ഞിട്ട് പിന്നീട് പ്രത്യേകിച്ച് ഇപ്പം ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന ജോഷി സിനിമകളൊക്കെ കൂടുതൽ ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള സിനിമകളായിരുന്നു. സോ അത്തരം സിനിമകളിൽ ജോഷി എല്ലാം പ്രിഫർ ചെയ്തിരുന്നത് ശ്യാംജിയാണ് റീ റെക്കോർഡിംഗ് ആയിട്ട്. അപ്പോൾ ശ്യാംജിയുടെ ഇതിന് ശേഷം ഏകദേശം അതേ സ്വഭാവവും ഒക്കെ കീപ്പ് ചെയ്ത് വന്ന ആളാണ് വെങ്കടേഷ്. രാജാവിൻ്റെ മകനിലാണ് വെങ്കടേഷ് ആസ് എ മ്യൂസിക് ഡയറക്ടർ വരുന്നത്. അതിൻ്റെ തുടക്കവും യഥാർത്ഥത്തിൽ രാജാവിൻ്റെ മകൻ വെങ്കടേഷിൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് പാട്ട് എഴുതുന്നത് ഞാൻ തന്നെ. പാട്ടിൽ നിന്നല്ല വെങ്കടേഷിൻ്റെ തുടക്കം, റീ റെക്കോർഡിങ്ങിൽ നിന്ന് തുടങ്ങി പിന്നെ പാട്ടിലേക്ക് വരുന്ന ഒരു പാറ്റേൺ ആയിരുന്നു. അപ്പോൾ அதுக்கு முன்னாடி தமிழ்ல சாங் பண்ணியிருக்கேன். இல்லை முதல் சாங் ராஜாவிൻ്റെ மகன். ஆனால் கன்னடத்தில் நான் 81 மியூசிக் டைரக்டர் ஆயாச்சு, அது மறந்து போய் 75 நான் மியூசிக் அசிஸ்டண்ட் ஆகி 81 ஃபர்ஸ்ட் கன்னடா ஃபிலிம் 81 പ്രേമ യുദ്ധ തുടർക്കഥ പണിയാച്ച അവർ തുടർക്കഥ 4 പാട്ട് എഴുതി തന്നിട്ട് പോയി. 4 പാട്ട് യഥാർത്ഥത്തിലുള്ളൂ. 4 പാട്ട് എഴുതി ONV സാർ പോവുകയും ചെയ്തു. പോയി കഴിഞ്ഞപ്പോൾ ഈ ട്യൂണിൻ്റെ കാസറ്റ് കൊടുത്തയച്ചു. ONV സാർ വീട്ടിൽ പോയി എഴുതിയിട്ട് ഫോണിലൂടെ ലിറിക്സ് പറഞ്ഞു തന്നിട്ട് പ്രസാദിൽ 70mm വെച്ച് ഞാൻ അപ്പോൾ എഴുതിയെടുക്കുകയാണ് ചെയ്തത്. അതാണ് ആ സിനിമയിലെ ഏറ്റവും വലിയ ഹിറ്റ്.